ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആന്റിയമ്മയോടും സുജുവിനോടും ദേഷ്യപ്പെട്ടുകൊണ്ട് സാഗർ പുറത്തേക്ക് പോവുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ രണ്ടുപേരും സങ്കടപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ്. ആന്റിയമ്മ ഇപ്പൊ സുജുവിനോട് പറയുന്നുണ്ട്, നീൻകുട്ടന്റെ ഈ അവസ്ഥ കാണുന്ന സമയത്ത് എനിക്കെല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് തോന്നുകയാണ്. പക്ഷേ കൃപയുടെ കാര്യം കൂടി അറിഞ്ഞാൽ അതവന് താങ്ങാൻ കഴിയില്ല എന്ന് ആന്റിയമ്മ അങ്ങനെ പറയുമ്പോൾ സുജു പറയുന്നുണ്ട്, ചേച്ചിയമ്മ ഒന്നും പറയണ്ട, നമ്മളെ കുറ്റപ്പെടുത്തുന്നവരെ കുറ്റപ്പെടുത്തിക്കോട്ടെ, പക്ഷേ ഒരു കാര്യവും ആരെയും അറിയിക്കാതെ നമുക്ക് നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കാമെന്ന് സുജു അങ്ങനെ ആന്റിയമ്മയോട് പറയാണ്. പിന്നീട് അച്ഛന്റെ സങ്കടം കണ്ട് വീട്ടിലിരിക്കാനാവാതെ കൃപ വേഗം തന്നെ റെഡിയായി ദേജിയുടെ വീട്ടിലേക്ക് കൃഷിനെ കാണാനായി വരികയാണ്. കൃപയെ കാണുന്നതും കൃഷി ചോദിക്കുന്നുണ്ട്, നീ എന്താ പെട്ടെന്ന് വന്നത്, എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. കൃപ അപ്പോൾ സങ്കടപ്പെട്ടുകൊണ്ട് കൃഷിനോട് പറയുന്നുണ്ട്, അച്ഛനെ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുകയാണ്, എല്ലാവരും കൂടി അച്ഛനെ തോൽപ്പിക്കുകയാണ്. ജയമോഹൻ അങ്കിളും മാനസിയും മാത്രമല്ല ആന്റിയമ്മയും അമ്മയും വരെ അച്ഛനെതിരെയാണ്. അച്ഛൻ എന്ത് ചെയ്യാൻ ഇറങ്ങിയാലും അമ്മയും ആന്റിയമ്മയും അതിനെതിരെയാണ്. അവരെന്തിനാണ് അച്ഛനെ ഇങ്ങനെ തോൽപ്പിക്കുന്നത്? അച്ഛൻ പുറത്തിറങ്ങുമ്പോൾ അവരുടെ ഒരുപാട് നിർദ്ദേശങ്ങളാണ്. അച്ഛൻ എന്താ സ്കൂൾ കുട്ടിയാണോ എന്നെല്ലാം പറഞ്ഞ് കൃപ അങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. കൃഷ അപ്പോൾ കൃപയെ ആശ്വസിപ്പിച്ചുകൊണ്ട് നീ അവിടെ ഇരിക്കുകയെന്ന് പറയാണ്. വീണ്ടും കൃപ പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ വഴക്കാണ്. അമ്മ ഇപ്പോൾ എന്നെ അടിക്കാൻ വരെ മടിക്കില്ല. എന്റെയും ഏട്ടന്റെയൊക്കെ മനസ്സിൽ നമ്മുടെ അച്ഛൻ രാജാവല്ലേ. എനിക്കാണെങ്കിൽ ബിസിനസ്സും അറിയില്ല, അതിന്റെ നൂലാമാലകളും അറിയില്ല. എന്നിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ കൂടിയേനെ. അച്ഛൻ്റെ കൂടെയാണെങ്കിൽ ഇപ്പോൾ ഏട്ടനുമില്ല, ബലരാമ ഏട്ടനുമില്ല, അപ്പൊ പിന്നെ അച്ഛനെ തോൽപ്പിക്കാൻ സുഖമാണല്ലോ എന്നങ്ങനെ കൃപ പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, കൃപേ നീ എന്ത് വന്നാലും അമ്മയോടും ആന്റിയമ്മയോടും വഴക്കിനൊന്നും പോവണ്ട. ഇവര് ചിലപ്പോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇങ്ങനെയെല്ലാം പെരുമാറുന്നത് എന്നങ്ങനെ കൺമണി പറയാണ്. കൃപ അപ്പൊ പറയുന്നുണ്ട്, മറ്റെന്ത് കാരണം? നമ്മുടെ വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ? എല്ലാവർക്കും എല്ലാവരെയും പരസ്പരം അറിയാം, പിന്നെ എന്താണ് ഒളിപ്പിക്കാനുള്ളത്? പണ്ടൊക്കെ എന്ത് രസമായിരുന്നു നമ്മുടെ വീട്, കളിയും ചിരിയും എല്ലാമായി. എന്നാൽ ഇപ്പോഴങ്ങനെയാണോ? എല്ലാം പോയില്ലേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് കൃപ. കൺമണിയപ്പ കൃപയെ ആശ്വസിപ്പിക്കുന്നുണ്ട്, നീ എങ്ങനെ കരയല്ലേ, നീ കൊച്ചു കുഞ്ഞല്ലേ, ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊന്നും നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. നിന്നെ എല്ലാവരും കൊച്ചു കുട്ടിയായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് നീ വഴക്കിനൊന്നും പോവണ്ട. ഇത് മാത്രമല്ല ക്രിഷ് സാർ അവിടെ ഇല്ലാത്തതുകൊണ്ട് നീ മാത്രമാണ് ഇപ്പോ അമ്മയ്ക്ക് കൂട്ടായിട്ടുള്ളൂ എന്ന് കൺമണി പറയുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട്, കൃപേ നീ ഇപ്പോ നിന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞില്ലേ, അച്ഛൻ രാജാവാണെന്ന്. നിന്റെ മനസ്സിൽ മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ തന്നെയാണ്. സാഗറിനെ രാജാവായിട്ട് തന്നെയാണ് കാണുന്നത്. അയാളെ എല്ലാവർക്കും ചതിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ഒരിക്കലും തോൽപ്പിക്കാനാവില്ല. അയാളെ ഞാൻ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു തിരിച്ചുവരവ് അയാൾക്കത്ര ദൂരെയൊന്നുമല്ല. എപ്പോ വേണമെങ്കിലും പഴയ പ്രതാപത്തിലേക്ക് സാഗറിനെ തിരിച്ചെത്താൻ കഴിയും എന്നങ്ങനെ ദേവ്ജി പറയാണ്. കൃപ എന്നിട്ട് കൃഷിന്റെ അടുത്ത് പോയി കൃഷിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഏട്ടൻ ഇനി അച്ഛനെ ഒറ്റയ്ക്കാക്കരുത്, എപ്പോഴും അച്ഛന്റെ കൂടെ ഏട്ടൻ ഉണ്ടാവണം. അച്ഛനിങ്ങനെ തല താഴ്ത്തിയിരിക്കുമ്പോൾ എനിക്കിപ്പോ പേടിയാണ്, അച്ഛൻ ചിലപ്പോ എന്തെങ്കിലും എന്ന് കൃപ അങ്ങനെ പറയാൻ തുടങ്ങുന്നതും കൃഷ് കൃപയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ, നമ്മുടെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല, നീ സമാധാനമായിരിക്കുക എന്ന് പറയുമ്പോൾ കൺമണി വന്ന് കൃഷിനോട് പറയുന്നുണ്ട്, സാർ ഞാൻ കൃപയും കൊണ്ടൊന്ന് പുറത്തേക്ക് പോവട്ടെ, എന്നിട്ട് ഞാൻ അവളെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിക്കോളാം. എനിക്ക് എന്തായാലും 1-2 സ്ഥലത്തേക്ക് പോവാനുണ്ട്, അപ്പോ നീയും കൂടെ വാ കൃപേ, നമുക്കങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവാം എന്ന് കൺമണി അങ്ങനെ കൃപയോട് പറയുന്നുണ്ടെങ്കിലും കൃപ ഞാൻ വരുന്നില്ലെന്ന് പറയാണ്. കൃഷ് അങ്ങനെ കൃപയോട് പറയുന്നുണ്ട്, ഈ ഇപ്പൊ കൺമണിയുടെ കൂടെ ചെല്ലുമോളെ, നിന്റെ മനസ്സൊന്ന് ഫ്രീ ആവട്ടെ എന്ന് പറയുമ്പോൾ കൃപ ശരിയെന്ന് പറയാണ്. അങ്ങനെ മുഖമെല്ലാം കഴുകി കൃപയും കൺമണിയും അങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. കൃപ പോയതും കൃഷ്ണനാകെ സങ്കടാവുന്നുണ്ട്. ഇതുവരെ കൃപയെ അങ്ങനെ കാണാത്തത് കൊണ്ട് തന്നെ കൃഷിന് വല്ലാത്ത സങ്കടം കൊണ്ട് കൃഷി ആ സങ്കടങ്ങളെല്ലാം ദേവ്ജിയോട് അങ്ങനെ പറയാണ്. പിന്നീട് കൺമണിയും കൃപയും വഴിയിലിരുന്ന് അങ്ങനെ സംസാരിക്കുകയാണ്. കൺമണി കൃപയോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ കരയരുത്, നീ ബോൾഡായി നിൽക്കണം. മറ്റെല്ലാവരും സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ നീ വേണം ചിരിച്ച് തമാശ പറഞ്ഞ് അവരെല്ലാവരെയും കരുത്തോടെ നിർത്താൻ, നിന്നെ കൊണ്ട് അതിന് കഴിയുമെന്നൊക്കെ കൺമണി അങ്ങനെ കൃപയോട് പറയുന്നുണ്ട്. കൃപ ശരി കൺമണി, ഞാനിനി അങ്ങനെ തന്നെ നിന്നോളാം, എന്തായാലും നമുക്കിപ്പോൾ മോളിലോ എങ്ങോട്ടെങ്കിലും പോയാലോ, അവിടെ കുറച്ചു പേരെ കാണുമ്പോൾ എന്റെ ഈ മൂഡ് ഓഫ് ഒക്കെ അങ്ങോട്ട് മാറും എന്നങ്ങനെ കൃപ പറയാണ്. കൺമണി ഇപ്പൊ ശരി എങ്കിൽ പോവാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മാനസ വരികയാണ്. ഇവരങ്ങനെ വഴിയിൽ വെച്ച് കാണുന്നതും മാനസ കാറ് നിർത്തിക്കൊണ്ട് അവരുടെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട്. എന്തുപറ്റി കൺമണിയും കൃപയും ഇവിടെ ഇരിക്കുന്നത്? എന്തേ വണ്ടി വരാത്തത് കൊണ്ടാണോ അതോ വണ്ടിക്ക് എന്തെങ്കിലും കേടുപറ്റിയോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പോവേണ്ട സ്ഥലത്ത് ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് മാനസ അങ്ങനെ പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, വേണ്ട മാനസ പോയിക്കോ, ഞങ്ങൾ അല്പം സംസാരിക്കാൻ ഇറങ്ങിയതാണെന്ന് പറയുമ്പോൾ മാനസ പറയുന്നുണ്ട്, കൺമണി ഒരു കാര്യം മനസ്സിലാക്കണം, അലികയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം
അവിടുത്തെ ഇന്റേണൽ മാറ്റേഴ്സ് ആണ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വി ആർ ഫ്രണ്ട്സ് എന്ന് മാനസ് അങ്ങനെ പറയുമ്പോൾ കൃപയ്ക്ക് ദേഷ്യം വരികയാണ്. ഇതെങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട്സ് ആവുന്നത്? അലിഗയിൽ നിന്ന് നിങ്ങൾ എല്ലാവരും കൂടി എൻ്റെ അച്ഛനെ പുറത്താക്കിയതല്ലേ? അച്ഛനെ ചതിച്ച് തോൽപ്പിക്കാനല്ലാതെ നിങ്ങൾക്ക് രണ്ടുപേർക്കും നേരിൽ നിന്ന് എൻ്റെ അച്ഛനോട് ഏറ്റുമുട്ടാനുള്ള ധൈര്യമുണ്ടോ എന്നെല്ലാം പറഞ്ഞ് അവിടെ വെച്ച് കൃപയും മാനസിയും തമ്മിൽ അലിഗയുടെ പേരും പറഞ്ഞ് നല്ലൊരു പൊട്ടിത്തെറി ഉണ്ടാവുകയാണ്. കൺമണിയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഒഴിവാക്കാനായി കഴിയുന്നത് ശ്രമിക്കുന്നുണ്ടെങ്കിലും മാനസിയും കൃപയും തന്നെ ഒട്ടും വിട്ടുകൊടുക്കാതെ രണ്ടുപേരും വാക്കുതർക്കമാവുകയാണ്. ഒടുവിൽ മനസ്സ് പറയുന്നുണ്ട്, കൃപ ഇപ്പൊ ഈ പറയുന്ന ഓരോ വാക്കും നാളെ നിനക്ക് തിരിച്ചെടുക്കേണ്ടി വരും. എന്തായാലും ലോകത്തുള്ള എല്ലാ കുറ്റങ്ങളും കുറവുകളും കൃപ ഇപ്പോ എന്നിൽ കാണുന്നുണ്ടല്ലോ. പക്ഷെ ഇനി ഒരിക്കൽ നമ്മൾ തമ്മിൽ ഇങ്ങനെ നേരിൽ കാണുമ്പോൾ എന്റെ മുന്നിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ നീ ഉണ്ടാവുമോ എന്ന് എനിക്കൊന്ന് കാണണം എന്ന് മനസ്സ് അങ്ങനെ പറയുമ്പോൾ വീണ്ടും കൃപ മനസ്സിന്റെ കൈ പിടിച്ചുകൊണ്ട്, നീ ഇതാരെയാടി പേടിപ്പിക്കുന്നേ? എനിക്ക് ഒട്ടും ധൈര്യത്തിന് കുറവുമില്ല. കാരണം അന്തസ്സുള്ള സാഗറിന്റെ ചോരയാണ് എന്റെ ശരീരത്തിൽ ഓടുന്നത് എന്നൊക്കെ കൃപ അങ്ങനെ പറയുമ്പോൾ കൺമണി, കൃപേ നീ വായോ, വെറുതെ ഒരു പ്രശ്നത്തിന് നിൽക്കണ്ട എന്ന് പറഞ്ഞ് കൃപയെ വിളിച്ചുകൊണ്ടു പോകാൻ നോക്കുന്നുണ്ടെങ്കിലും കൃപ പോകുന്നില്ല. അങ്ങനെ കൺമണി മാനസിയോട് പറയുന്നുണ്ട്, മാനസേ നീ ഒന്ന് പോ, എന്തിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ നടക്കുന്നത്? ഇത് പൊതുവഴിയാണ് എന്ന് കൺമണി അങ്ങനെ പറയുമ്പോൾ മാനസ പറയുന്നുണ്ട്, ഇത് പൊതുവഴിയല്ലേ, അതുകൊണ്ട് എനിക്കിവിടെ നിൽക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. മാനസ അവിടെ നിന്ന് പോവില്ലെന്ന് അറിഞ്ഞതും കൺമണി കൃപയെ ബലമായി പിടിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് ശാന്തമ്മായും സുലോചനമ്മായും കൂടി വിനയമാഷിന്റെ വീട്ടിലേക്ക് വരികയാണ്. വിനയമാഷാണെങ്കിൽ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും രക്ഷപ്പെടാമെന്ന് കരുതി ഈ നാടും വീടും എല്ലാം ഉപേക്ഷിച്ചു പോവാനായി നിൽക്കുകയാണ്. അപ്പോഴാണ് അമ്മായിമാർ അങ്ങോട്ടേക്ക് വരുന്നത്. അമ്മായിമാരെ കാണുന്നതും വിനയമാഷിനാകെ ടെൻഷൻ ആവുന്നുണ്ട്. നിങ്ങളുടെ കൂടെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? നീയും എനിക്ക് അടി കൊള്ളാൻ വയ്യ എന്ന് പറയാണ്. അമ്മായിമാരപ്പ പറയുന്നുണ്ട്, ഇന്ന് സത്യങ്ങളെല്ലാം അറിഞ്ഞ സമയത്ത് ക്രിസാറാണ് വിനയമാഷിനെ തല്ലിയത്. ഞങ്ങൾക്കൊരു അവസരം കിട്ടിയില്ല. ആ അവസരം ഞങ്ങൾ ഇന്ന് മുതലാക്കുകയാണ്. കുറെ ദിവസമായി തനിക്ക് ഞങ്ങൾ ഓങ്ങി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അമ്മായിമാര് രണ്ടുപേരും വിനയമാഷിന്റെ രണ്ട് കവിളത്തും പിടിച്ചടിക്കുകയാണ്. വിനയമാഷപ്പോ ഇനി എന്നെ തല്ലരുത്, അനിഞ്ഞു ഒരു പ്രശ്നത്തിനും ഞങ്ങൾ അടുത്തേക്ക് വരില്ല, എല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെ പറയാണ്. സുലോചനമായി അപ്പൊ പറയുന്നുണ്ട്, ഇനി ഈ പ്രദേശത്ത് നിന്നല്ല ഈ ജില്ലയിൽ പോലും തന്നെ കണ്ടുപോകരുത് കേട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വിനയമാഷിനെ ഇഞ്ചിഞ്ചായി അമ്മായിമാര് രണ്ടുപേരും തല്ലി ചതയ്ക്കുന്നുണ്ട്. അവരിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടുകൊണ്ട് വിനയമാഷ് അങ്ങനെ ഓടിപ്പോവുകയാണ്. പിന്നീട് സാഗർ അങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് ഫോണിൽ സംസാരിക്കുകയാണ്. ആകെ ടെൻഷനോടെയാണ് സാഗർ ഫോണിൽ സംസാരിക്കുന്നത്. സാഗർ അങ്ങനെ പറയുന്നുണ്ട്, മിസ്റ്റർ സ്റ്റീഫൻ, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, പക്ഷെ 2 ദിവസത്തിനുള്ളിൽ ഇത്രയും വലിയൊരു തുക എന്നെ കൊണ്ട് ക്ലിയർ ചെയ്യാനാവില്ല. എനിക്ക് നിങ്ങൾ കുറച്ച് സമയം തരണം. ഇതുവരെ നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞ് സാഗർ അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. കൃപപ്പ വന്ന് എന്താച്ചാ കാര്യം, ആരാണ് ഫോണിൽ എന്നൊക്കെ ചോദിക്കുകയാണ്. സാഗർ ആണെങ്കിൽ ടെൻഷനായി കൃപയോട് ദേഷ്യപ്പെടുകയാണ്. എന്താണെന്നൊന്നും മോൾ അറിയണ്ട, അറിഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ല എന്ന് പറയാണ്. കൃപയാണെങ്കിൽ വീണ്ടും സാഗറിന്റെ ടെൻഷൻ കണ്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ, എന്താ അച്ഛാ പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. സാഗർ അപ്പോ വീണ്ടും കൃപയോട് പൊട്ടിത്തെറിക്കുന്നുണ്ട്, ഞാൻ നിന്നോട് പറയേണ്ടത്, കോടിക്കണക്കിന് ഇടപാടുകൾ നടത്തിയ ആൾക്കാരാണ് എന്നെ ഇപ്പോ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആരാണെന്ന് അറിഞ്ഞാൽ നിനക്കതെല്ലാം പരിഹരിക്കാനായി കഴിയോ എന്നങ്ങനെ സാഗർ ചോദിക്കുകയാണ്. കൃപയാണെങ്കിൽ ആകെ പേടിച്ച് സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. സാഗറിന്റെ ഫോണിലേക്ക് വീണ്ടും ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സാഗർ അപ്പോൾ കൃപയോട് പറയുന്നുണ്ട്, ഇതാ അടുത്ത ആള് വിളിക്കുന്നുണ്ട്, എന്നെ കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നീ ഡീല് ചെയ്യടി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിടരുത്, ഇതിന് നീ ആയിട്ടില്ലെന്ന് പറഞ്ഞ് സാഗർ അങ്ങനെ കൃപയോട് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും ബഹളം കേട്ടുകൊണ്ട് സുജുവും ആന്റിയമ്മയും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പിന്നീട് സാഗർ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട്, മിസ്റ്റർ കൈമൾ, നിങ്ങൾ എല്ലാവരും കൂടി ഒത്തുചേർന്നിരിക്കുകയാണോ? പിന്നെ ഞാൻ എന്ത് പറയാനാണ്, ഇപ്പൊ നിങ്ങൾ എന്തായാലും അലിഗയിലെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടണ്ട, ഇറ്റ്സ് നോട്ട് ഫെയർ. ഒന്നില്ലെങ്കിൽ ഞാൻ നേരിട്ട് നിങ്ങളോടെല്ലാം പറയാം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നോളൂ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ലെന്ന് പറഞ്ഞ് സാഗർ അങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണ്. സാഗർ അങ്ങനെ ടെൻഷനായി വെപ്രാളപ്പെട്ട് നിൽക്കുന്നത് കണ്ട് എല്ലാവരും തന്നെ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.